ഈ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓഡിയൻസിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി അങ്ങനെ തോന്നുന്നുണ്ടോ ചേട്ടാ? ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടല്ല, തമാശയുടെ രീതി മാറി. ഉം. അപ്പോൾ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടല്ല, തമാശ ചെയ്യണവരുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അതെ. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്ന തമാശകളുണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കുക. ഉം. അല്ലാതെ അവരെ പിടിച്ചു വലിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ എന്ന് പറഞ്ഞതല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ അവരിൽ ഒരാളായിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അവർക്ക് പറ്റിയ ഹ്യൂമർ. ഞാൻ ഈ കമൻ്റൊക്കെ വരുന്നത് എന്ത് ചിരിയാണെന്നറിയാമോ? എനിക്കൊക്കെ ഓപ്പോസിറ്റ് കമൻറ്റുകളും വായിച്ചിട്ട് ഞാൻ ചിരിയ. ഭയങ്കര സെൻസുള്ള പിള്ളേരാ. ഇവർ സിനിമ എഴുതി അടിപൊളിയായിരിക്കും, എല്ലാം ഹ്യൂമറായിട്ടാണ് പറയണത്. അതെ അതെ. പക്ഷേ എഴുത്തിലെങ്ങനെയെന്നറിയില്ല, പക്ഷെ ഇവർ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ്. അതാ ഇത് കേട്ടാൽ തന്നെ ചിരിക്കാനും മാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ ആൾക്കാർ വീഡിയോ കണ്ട് ചിരിക്കുന്നേക്കാളും കൂടുതൽ കമന്റ് കമൻറ്റ് ഞാൻ കമൻറ്റ് വായിച്ചിരിക്കും. അത് വീഡിയോ അല്ല, ഇച്ചിരി ഒരു മോശം വീഡിയോ. എല്ലാവർക്കും സാധ്യതകളുണ്ട്. എല്ലാവർക്കും ഇൻഡസ്ട്രിയിലേക്ക് വരാനാണെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് വരാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും സാധ്യത. ഒരാൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ വരാം, കഴിവ് തെളിയിക്കുക, എന്തും ചെയ്യുക. പക്ഷെ അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ അവർ പെർഫോമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരുടെ ഇഷ്ടമാണ് ചെയ്യണത്. അതിൻ്റെ താഴെയൊക്കെ വന്ന കമൻറ്റ് സ്നേഹത്തോടെ കമൻറ്റ് ഇടുന്നവരുണ്ട്. ഇപ്പോൾ 2 പിള്ളേരില്ലേ, അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ വീഡിയോ ആയിരുന്നു. ഒരു ചേട്ടനും അനിയനോ എന്ന് തോന്നുന്നത്. അവർ കിഴക്കൻ നാട്ടിലുള്ളതാണ്. അവർ കാനലൊക്കെ കുളിക്കുക, കാനലിരുന്ന് കുഴിമന്തി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ആ ചെക്കനാണ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓരോരോ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഫാൻ ഇത് വെച്ചിട്ട് അമ്മക്ക് വാഷിംഗ് മെഷീൻ പോലെ ബക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എപ്പോഴും കാണും ഇവരുടെ ഇത്. അതിൽ മെസ്സേജ് ഇട്ടേക്കണം എനിക്ക്, ഞങ്ങൾക്ക് ചേട്ടൻ്റെ വീട്ടിലൊന്നും വന്നൊന്നും വേണ്ട. അതിലെ മൂത്ത ആൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവരുടെ ഫാനാണ്. അവന്മാർ ഇതൊക്കെ ഉണ്ടാക്കണതും ഭയങ്കര നിഷ്കളങ്കതയുള്ള പിള്ളേരാണ്. അപ്പം അന്ന് പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. ചിലത് കാണുമ്പോൾ ചിരിക്കാം, നമുക്ക് ചിരിക്കാം. പക്ഷെ അവരുടെ ഇഷ്ടമാണ് അത് ചെയ്യണത്. അതിന് ആ ഒരു ലെവലിലും കൂടി വിടണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ തമാശ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ തമാശ ചെയ്തിട്ട് ഒന്ന് കാതോർക്കണം ചിരിക്കലുണ്ടാകുന്നത്. പണ്ടങ്ങനെയല്ല, നമ്മൾ സ്ലാപ്സ്റ്റിക്കാണ്. നമ്മൾ ബോഡി ആക്ഷനിലൊക്കെ കളിച്ചാലും ആൾക്കാർ ചിരിക്കും. ഇപ്പോൾ ഓടിക്കും. അത് ഒരവസ്ഥ അങ്ങനെയാണ്. നമ്മളപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിയാൽ മതി. കാഴ്ചക്കാരെ അത്രയും പേരെ നമുക്ക് ഒന്നിച്ച് മാറ്റാൻ പറ്റില്ല. നമ്മൾ അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹ്യൂമർ ചെയ്യുക.